ഹലോ ഗൈസ്, ഈ കാണുന്നൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു പേജ് ഇവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഹോംവർക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ പിള്ളേരെ നോക്കലോ വീട്ടിലെ പണി ഒന്നും അല്ലാതായി തോന്നിപ്പോകും കേട്ടോ. അങ്ങനെയുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയുള്ള മല്ലന്മാരെ മേയ്ക്കുന്ന അമ്മമാരെ ഒരാളാണ് ഞാൻ. അതിൽ സന്തോഷമുള്ളൂ കേട്ടോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണേ. അപ്പോൾ നമ്മുടെ കുട്ടൻ ഇരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഇന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോഴിരുന്നപ്പോഴാണ് അപ്പുറത്തെ സുനിതാൻ്റെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മറ്റേ മൂപ്പന്മാരുടെ സ്പെഷ്യലെന്നും പറഞ്ഞ് മുരിങ്ങ ദോശ. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിച്ചു നോക്കിയിട്ടോ, സെമ്മ ടേസ്റ്റായിരുന്നേ. നമ്മുടെ ജോക്കുട്ടിന് ഇങ്ങനത്തെ ഹെൽത്തി സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഈ റോള്, ചിക്കൻ അതൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കൊന്തയൊക്കെ ഇട്ട് ചായയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ ഉണ്ടാക്കി നോക്കി, പക്ഷേ ഒരു കാശിന് കൊള്ളൂലായിരുന്നു. സുനിതാമ്മയുടെ മുരിങ്ങദോശ സൂപ്പറായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ മിച്ചറും മറ്റേ സോസ് മുക്കി മുറുക്ക് തിന്നലായിരുന്നേ പരിപാടി. രാത്രിയായപ്പം അപ്പാപ്പനോ ഡാഡിയോ ആരോ ഒരാൾ കേട്ടോ, ആരാന്ന് മറന്നുപോയി. കാരണം ബീഫും പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും കഴിച്ച് ഞങ്ങൾ ഉറങ്ങാമെന്നുള്ള ഒരു വലിയൊരു ടാസ്കിലേക്ക് കുട്ടന്മാരെ ഉറക്കിയിട്ട് വേണം, നാളെ ക്ലാസ്സിൽ പോകണമല്ലോ, പള്ളിയിൽ പോകണം, അങ്ങനെ പരിപാടിയുണ്ട്. ഇത് നമ്മുടെ നോമ്പിന് മുമ്പുള്ള ദിവസത്തെയാണ് കേട്ടോ. ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല. വേറൊന്നും കൊണ്ടല്ല, അപ്പുറത്തെ താഴത്തെ റോഡായതുകൊണ്ട് അവിടെ ഒച്ചപ്പാടും ബഹളവും അനക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടന്മാർ അതും നോക്കി ഇങ്ങനെ ജനാലയിൽ കൂടി ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ മുട്ടുകാലിൽ നിൽക്കും. രണ്ടും കൂടി ഇങ്ങനെ നോക്കി അങ്ങോട്ട് നിൽക്കും കേട്ടോ. പിള്ളേരുടെ ഒരു കാര്യമേ, കാരണം ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്ന ഒരു പൊക്കത്ത് കിടക്കുന്നതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക്. അങ്ങനെ നമ്മൾ കുട്ടന്മാരെ ഉറക്കാൻ കിടത്തി ഇവന്മാരുടെ ഈ കലാപരിപാടികളും കാര്യങ്ങളും കുറേ നേരം ഞാനിങ്ങനെ കണ്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തുക. പിന്നെ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുന്നേ. ഈ കണ്ടിട്ട് പോകുന്ന കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കും. അപ്പോൾ ഞങ്ങളിത് കിടക്കാനുള്ള പരിപാടിയാണ്. ഡാവിക്കുട്ടിനെ അവിടുന്ന് ജനാലേക്ക് അടച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവൻ വരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ ജോക്കുട്ടൻ ചേട്ടായും കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവൻ കുശുമ്പിളകി ഇങ്ങ് വന്നോളും കേട്ടോ. അപ്പോൾ വലിയ പ്രത്യേകിച്ച് പരിപാടിയില്ല, രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ അടുത്ത ഷോർട്സിൽ കാണാം കേട്ടോ. സ്ഥിരമായിട്ട് വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ വ്യസനം കണ്ടോ നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.